ഇന്റർനെറ്റ് ലോകത്ത് നമ്മൾ ഓരോരുത്തരും ദിവസേന നേരിടുന്ന ഒന്നാണ് ക്യാപ്ചകൾ. ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴോ ഫോം പൂരിപ്പിക്കുമ്പോഴോ നമ്മളൊരു മനുഷ്യനാണോ അതോ റോബോട്ടാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരം പസിലുകൾ നൽകാറുള്ളത്. എന്നാൽ സെർച്ച് എഞ്ചിൻ ഭീമനായ ഗൂഗിൾ ഇപ്പോൾ തങ്ങളുടെ റീക്യാപ്ച സംവിധാനത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വിപ്ലവകരമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ വിവാദപരമായ ഒരു പരീക്ഷണത്തിനാണ് ഗൂഗിൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. പഴയ രൂപത്തിൽ പസിലുകൾ ശരിയാക്കലും അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യലുമൊന്നും ഇനി ഉണ്ടാകില്ല. പകരം കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്ന ഒരു QR കോഡ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതിലൂടെ മാത്രമേ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് ഗൂഗിളിന്റെ വാദം. എന്നാൽ ഇത് വലിയ രീതിയിലുള്ള സൈബർ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന നടപടി ആയിരിക്കുമെന്നാണ് ടെക് വിദഗ്ധർക്കിടയിലെ സംസാരം. എന്തുകൊണ്ടാണ് ഒരു ലളിതമായ QR കോഡ് സ്കാനിംഗ് ഇത്രയധികം പേടിയുണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഫിഷിംഗ് എന്നറിയപ്പെടുന്ന ഒരുതരം സൈബർ തട്ടിപ്പാണ്. QR കോഡ് ഉപയോഗിച്ചുള്ള ഫിഷിംഗ് എന്നാണ് ഇതിന്റെ അർത്ഥം. സാധാരണ ക്യാപ്ചകളിൽ നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ ചിത്രം തിരഞ്ഞെടുക്കുകയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറയും ബ്രൗസറും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഹാക്കർമാർക്ക് ഗൂഗിളിൻ്റെതെന്ന വ്യാജേന മാൽവെയറുകൾ അടങ്ങിയ ലിങ്കുകൾ QR കോഡുകളായി നൽകാൻ സാധിക്കും. ഉപയോക്താക്കൾ ഇത് സ്കാൻ ചെയ്യുന്ന നിമിഷം തന്നെ അവരുടെ ഫോണിലെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് പാസ്വേഡുകൾ, കോൺടാക്റ്റുകൾ എന്നിവ ചോർത്തപ്പെടാനും സാധ്യതയുണ്ട്. അതീവ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന സ്മാർട്ട് ഫോണുകളിലേക്ക് ഹാക്കർമാർക്ക് കടന്നുകൂടാനുള്ള ഒരു എളുപ്പ വഴിയായി ഇത് മാറുമെന്നാണ് പ്രധാന ആശങ്ക. ഇതുകൂടാതെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നവും ഇതിന് പിന്നിലുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഫോണുമായി ലിങ്ക് ചെയ്യപ്പെടുമ്പോൾ ഗൂഗിളിന് നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിന്മേൽ കൂടുതൽ നിയന്ത്രണവും നിരീക്ഷണ അധികാരവും ലഭിക്കുന്നു. ഓരോ തവണ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്, ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ ഡാറ്റകൾ കൂടി കൈമാറപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ഗൂഗിൾ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അളവിനെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് പുതിയ മാറ്റം ഒട്ടും ശുഭകരമല്ല. മറ്റൊരു പ്രധാന വശമെന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളാണ്. നിലവിലെ ക്യാപ്ചകൾ ബോട്ടുകളെ തടയാൻ പര്യാപ്തമല്ലെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ബോട്ടുകൾക്ക് എളുപ്പത്തിൽ ക്യാപ്ചകൾ മറികടക്കാൻ സാധിക്കും എന്നാണ് ഗൂഗിൾ വാദിക്കുന്നത്. ഇതിനൊരു പകരക്കാരനായാണ് ഫിസിക്കലായി നമ്മുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്ന QR കോഡ് രീതി അവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ സുരക്ഷാ കവചം തന്നെ ഒരു കിണിയായി മാറുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഭയപ്പെടുന്നത്. QR കോഡുകൾ സ്കാൻ ചെയ്യുന്നത് വഴി ഫോണിലെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാൻ ഹാക്കർമാർക്ക് എളുപ്പമാകും. വെബ്സൈറ്റുകളിൽ നമ്മൾ കാണുന്ന കോഡ് യഥാർത്ഥമാണോ അതോ ആരെങ്കിലും കൃത്രിമമായി നിർമ്മിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ സാധാരണ ഉപഭോക്താക്കൾക്ക്, അതായത് സാങ്കേതികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അത്ര വേഗം കഴിയില്ല. ചുരുക്കത്തിൽ ഉപയോക്താക്കളുടെ സൗകര്യത്തെക്കാളും സുരക്ഷയെക്കാളും ഉപരിയായി ഗൂഗിളിന്റെ ഈ നീക്കം ഇന്റർനെറ്റ് ലോകത്തെ കൂടുതൽ സങ്കീർണവും അപകടകരവുമാക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.